ഒരിക്കൽ സ്വഹാബത്ത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, അല്ലയോ ആയിഷ ഉമ്മ, നബിയുടെ കൂടെ ജീവിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ ഏറ്റവും നല്ല സന്തോഷ നിമിഷം ഏതാണ്? ഈ ഒരു ഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഓർത്തെടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആയിഷ, ഇന്നത്തെ രാത്രിയിൽ അള്ളാഹുവുമായിട്ട് ഇബാദത്ത് ചെയ്ത് കഴിച്ചുകൂട്ടാൻ നീ എന്നെ അനുവദിക്കുമെങ്കിൽ ഞാനതങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് കേട്ടപ്പോൾ സ്നേഹനിധിയായ ഒരു ഭാര്യ അവിടുന്ന് തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുമെന്ന കാര്യം ഉറപ്പാണല്ലോ. ആയിഷ ബീവി പറഞ്ഞു, റസൂലേ, നിങ്ങളുടെ സാന്നിധ്യമാണ് എനിക്ക് സന്തോഷം. പക്ഷേ നിങ്ങളുടെ സന്തോഷം എന്താണോ അതിനാണ് ഞാനിവിടെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്ത് നമസ്കാരം ആരംഭിക്കുകയും ചെയ്തു. ആയിഷ ബീവി പറയുകയാണ്, പ്രവാചകൻ നിന്ന് നമസ്കാരം ആരംഭിച്ചതോടുകൂടെ അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പ്രവാചകൻ്റെ കണ്ണുനീർ താടിരോമങ്ങളിലൂടെ ധാരധാരയായി ഒഴുകി അവിടുത്തെ നെഞ്ചിലേക്ക് ഇറങ്ങി പ്രവാചകൻ്റെ വസ്ത്രം നനയുന്ന സാഹചര്യമുണ്ടായി. സുജൂദിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് സുജൂദിൻ്റെ ഇടം കണ്ണുനീര് കൊണ്ട് കുതിർന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഈ കരച്ചിൽ എത്ര സമയം നീണ്ടു എന്ന് ചോദിച്ചാൽ, സുബഹിൻ്റെ ബാങ്ക് വിളിക്കാൻ ബിലാൽ വരുന്ന സമയം അത്രയും ആ കരച്ചിൽ നീണ്ടു എന്നാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? എന്താണ് താങ്കൾ ബാധിച്ച പ്രയാസം? ഏറ്റവും അധികം ജീവനോളം സ്നേഹിക്കുന്ന ആ ശിഷ്യന്മാരുടെ ചോദ്യം ഏറെ വല്ലാത്തൊരു ആശ്വാസം നൽകുന്ന ചോദ്യമാണ്. മാത്രവുമല്ല, എന്തിനും തയ്യാറായിട്ടുള്ള ഒരു അനുചരന്മാരാണ് പ്രവാചകൻ്റെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ സങ്കടങ്ങൾക്കൊരു പരിഹാരം തങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന ആ ഒരു ആശയിൽ കൂടെയാണ് ആ ചോദ്യം ബിലാലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അഫല അകൂന അബ്ദൻ ഷക്കൂറ, അല്ലയോ ബിലാൽ, ഞാനൊരു നന്ദിയുള്ള ദാസനാകേണ്ടതില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നലെ എനിക്ക് 2 വചനങ്ങൾ ഇറങ്ങി. ആ ആയത്തുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പാരായണം ചെയ്യുന്നവർക്ക് നാശമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.